രാജസ്ഥാൻ റോയൽസിന് ഇനി ജീവൻ മരണ പോരാട്ടമാണ്. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ള ഋഷഭ് പന്തിന്റെ ലക്നൗ സൂപ്പർ ജയൻസിനോട് തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ ജയ്പൂരിലെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ സഞ്ജു സാംസണും കൂട്ടാളികളും ഏറ്റുമുട്ടും. സീസണിലെ ആദ്യ 7 കളികളിൽ 2-ൽ മാത്രമേ രാജസ്ഥാന് ജയിക്കാൻ സാധിച്ചുള്ളൂ. പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് നിലവിൽ. രാജസ്ഥാന് പിന്നിലുള്ളത് സൺറൈസേഴ്സ് ഹൈദരാബാദും ചെന്നൈ സൂപ്പർ കിങ്സും മാത്രമാണ്. കഴിഞ്ഞ സീസണിൽ ആദ്യ 7 കളികൾ പരിശോധിച്ചാൽ 6-ലും വിജയം റോയൽസിനൊപ്പമായിരുന്നു. ഈ സീസണിൽ ഇനി അവശേഷിക്കുന്ന 7 കളികളും ജയിച്ചാൽ രാജസ്ഥാന് പ്ലേ ഓഫിലെത്താം. ഇനിയുള്ള ഓരോ തോൽവിയും പ്ലേ ഓഫ് സ്ഥാനം അകലെയാക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇനി തോൽവി അറിയാതെ മുന്നോട്ട് പോകേണ്ടി വരും രാജസ്ഥാന്. ഓരോ മത്സരങ്ങളും അതിനിർണായകമാകും മലയാളി ക്യാപ്റ്റന്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും തോറ്റിറങ്ങുന്ന രാജസ്ഥാന് നാളെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ കളിക്കാൻ ഇറങ്ങുമോ എന്ന ചോദ്യവും നിലനിൽക്കുകയാണ്. ഡൽഹിക്കെതിരായ മത്സരത്തിൽ പരിക്കേറ്റ് റിട്ടയർഡ് ഹർട്ടായ സഞ്ജു സാംസൺ പിന്നീട് സൂപ്പർ ഓവറിലും ബാറ്റിങ്ങിനായി ഇറങ്ങിയിരുന്നില്ല എന്നതും ടീമിനെയും ആരാധകരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. സഞ്ജു കളിച്ചില്ലെങ്കിൽ റിയാൻ പരാഗ് ടീമിനെ നയിക്കും. തുടർച്ചയായ മത്സരങ്ങളിൽ അർദ്ധ സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാളിന്റെ ഫോം ആശ്വാസം നൽകുന്നതാണ്. അതിനോടൊപ്പം നിതീഷ് റാണയുടെ മിന്നും പ്രകടനവും പ്രതീക്ഷ നൽകുന്നു. എന്നാൽ റിയാൻ പരാഗിന്റെയും മധ്യനിരയുടെയും കാര്യത്തിൽ രാജസ്ഥാൻ അത്ര സുരക്ഷിതമല്ല കാര്യങ്ങൾ. ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ 66 റൺസ് അടിച്ചത് മാത്രമാണ് സഞ്ജുവിന്റെ വലിയ സമ്പാദ്യം. അതിനുശേഷം താരമത്ര മിന്നിയിട്ടുമില്ല. അർദ്ധ സെഞ്ചുറികൾ നേടുന്നുവെങ്കിലും യശസ്വിയുടെ ആ പഴയ വെടിക്കെട്ട് കാണാൻ സാധിക്കുന്നുമില്ല. പരിക്കുമാറി അതിവേഗ പേസർ മായങ്ക് യാദവ് തിരിച്ചെത്തുന്നതും ഷാർദുൽ താക്കൂർ, ആവേശ് ഖാൻ, ദിഗ്വേഷ് റാത്തി, രവി ബിഷ്ണോയ് എന്നിവരടങ്ങുന്ന ലക്നൗ ബൗളിംഗ് നിര രാജസ്ഥാനെ വിറപ്പിക്കാൻ ശക്തിയുള്ളവരാണ്. ബൗളിംഗിലേക്ക് വന്നാൽ ജോഫ്ര ആർച്ചർ ഫോമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും സന്ദീപ് ശർമ്മയൊഴികെ റൺ നിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ആരുമില്ല. ആർച്ചറും പലപ്പോഴും റൺ വഴങ്ങുന്നു. ലക്നൗ അവസാന മത്സരത്തിൽ ചെന്നൈയോട് തോറ്റുവെങ്കിലും 7 കളികളിൽ നിന്നായി 4 ജയം നേടി രാജസ്ഥാനേക്കാൾ മികച്ച നിലയിൽ തന്നെയാണുള്ളത്. നിക്കോളാസ് പുരാനും മിച്ചൽ മാർഷും വെടിക്കെട്ട് തുടരുന്നുണ്ട്. അത് തടയിടാൻ രാജസ്ഥാന് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ടി വരില്ല. എയ്ഡൻ മാക്രം ഫോമിലാണെങ്കിലും ഡേവിഡ് മില്ലറുടെ പ്രകടനം ലക്നൌവിനെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. 7 കളികൾ കളിച്ചതിൽ 3-ലും ലക്നൗ 200 റൺസിലേറെ സ്കോർ ചെയ്തിരുന്നു. ബാക്കി മത്സരങ്ങളിൽ 160 റൺസിലേറെയും നേടിയിട്ടുണ്ട് എന്നത് ബാറ്റിംഗ് കരുത്ത് എടുത്തുകാട്ടുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.